ബിജെപിയുടെ പ്രതിനിധിയോടാണ്. അത് മറ്റൊന്നുമല്ല, അതായത് 50 രൂപയ്ക്ക് പെട്രോളും 15 ലക്ഷം രൂപ വെച്ച് ഓരോരുത്തരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ബാങ്ക് നോട്ട് നിരോധനം കൊണ്ടുവന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോ ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പ് 2 രൂപ പെട്രോളിന് വില കുറച്ചിരുന്നു. അതായത് സാധാരണക്കാരെ, എന്നെ പോലെ സാധാരണക്കാർ ഇപ്പൊ വിചാരിക്കുന്നത് ഓരോ മാസവും ഇലക്ഷൻ വരികയാണെങ്കിൽ 2 രൂപ വെച്ച് പെട്രോളിന്റെ കുറയും എന്നുള്ളതാണ്. കാരണം 110 രൂപയാണ് ഇന്ന് പെട്രോളിന്റെയും, 100 രൂപ മേളിലുമാണ് ഡീസലിന്റെയും വില. 1000 രൂപ ഇന്ന് പാചകവാത ഗ്യാസിന് കൊടുക്കണം. അതായത് ഓരോ ആളുകളും സബ്സിഡി കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ വീട്ടമ്മമാരെ കൊണ്ടും ബാങ്ക് അക്കൗണ്ട് ഇടിപ്പിച്ചതാണ്. എന്നിട്ട് എന്റെ വീട്ടിൽ കക്കൂസ് എന്റെ അപ്പൻ പണിത കക്കൂസാണ്. ഈ പറയുന്ന നരേന്ദ്രമോദി പണിത കക്കൂസല്ല, എന്റെ അപ്പൻ അധ്വാനിച്ച് പണിത കക്കൂസാണ് എന്റെ വീട്ടിലുള്ളത്. അതോടൊപ്പം തന്നെ ഈ നിൽക്കുന്ന ബിജെപി പ്രവർത്തകർക്ക് ആരും കേൾക്കും. ഈ കഴിഞ്ഞ മാസത്തെ ഗ്യാസിന്റെ സബ്സിഡി കിട്ടിങ്ങി നിങ്ങൾ പറയൂ, ഗ്യാസിന്റെ സബ്സിഡി കിട്ടിയോ? പറഞ്ഞോ. നമ്മുടെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നമ്മൾ ഇവിടെ മത്സരിക്കുന്നുണ്ട്. ആ രാഹുൽ ഗാന്ധി ഇവിടെ ഇലക്ഷൻ വന്നപ്പോ കോൺഗ്രസിന്റെ ഒരു കൊടി കൊടുത്ത് പിടിക്കാൻ പോലും കോൺഗ്രസ് കഴിയുന്നില്ല. പിന്നെ എങ്ങനെ നിങ്ങൾ ഇന്ത്യയുടെ ജനാധിപത്യം, സ്വന്തം കൊടി സംരക്ഷിക്കാൻ പറ്റാത്ത നിങ്ങൾ എങ്ങനെ ഇന്ത്യയുടെ ജനാധിപത്യം സംരക്ഷിക്കും? ചുരുക്കി ഇനി അതിലേക്ക് പോകണം. പറഞ്ഞോ. ഇവിടെ ഈ നിൽക്കുന്ന കോൺഗ്രസ്സുകാരും CPM-കാരും കൂടിയാണ് എന്റെ ചോദ്യം. ഇവിടെയുള്ള ആളുകളെ എങ്ങനെ CPM-നും കോൺഗ്രസിനും വോട്ട് ചെയ്യും? കാരണം ഇവിടെ പിഞ്ചു കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്ത് ക്രൂരമായി കൊല ചെയ്യപ്പെട്ടപ്പോ വാളയാറ് ഇടുക്കിയില് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് പാവപ്പെട്ടവന്റെ നികുതി പണം കൊടുത്ത് കോടികള് സിറ്റിംഗ് ഫീസ് കൊടുത്തുകൊണ്ട് കോടതി കൊണ്ടവന്മാരൊക്കെ ഊരിവിട്ടവന്മാർക്ക് പുറത്ത് നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ അവിടെ കല്യാണം കഴിച്ചുകൊണ്ട് ഇവിടെ വിഹിതബന്ധത്തിന്റെ കാര്യമില്ല. രണ്ടാമത് ഇദ്ദേഹം പറഞ്ഞു 15 ലക്ഷം വെച്ച് ഓരോരുത്തരുടെ അക്കൗണ്ടിൽ ഇടാന്ന്. അത് ഡോക്ടർ തന്നെ വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. അല്ല, ഹിന്ദി സ്കൂളിൽ പഠിക്കാൻ വിടുമ്പോ പഠിക്കാൻ പോണം, അപ്പോഴേ വാക്കിന്റെ അർത്ഥം മനസ്സിലാവുള്ളൂ. ഇവിടെ ഇന്ത്യ നിലനിൽക്കണമെങ്കിൽ, ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യ 3ാമത്തെ ലോകശക്തി ആവണമെന്നുണ്ടെങ്കിൽ NDA ഭരണത്തിൽ വരും. 350 സീറ്റിന് മേളിൽ സീറ്റ് പിടിച്ച് BJP ഈ തവണ അധികാരത്തിൽ വരും, യാതൊരു സംശയവും വേണ്ട. മാത്രമല്ല അഴിമതിയുടെ കൂത്തരങ്ങായിട്ടുള്ള താങ്കൾ തന്നെ പറഞ്ഞു, കാട്ടിൽ നിന്ന് ആന വന്യമൃഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നു. കാരണം കാട് വെട്ടിത്തെളിച്ചവന്മാരെ സംരക്ഷിക്കുന്ന ഇന്നത്തെ മന്ത്രിസഭ, ഇന്നത്തെ മുഖ്യൻ എന്താ മിണ്ടാത്തത്? തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വിളിക്കുമ്പോ പോണം. ED നോട്ടീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നെഞ്ചു നിവർത്തി ചെല്ലണം. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, തെറ്റ് ചെയ്തുകൊണ്ട് 9 പ്രാവശ്യം കടലാസ് കൊടുത്തിട്ടപ്പോ കേജ്രിവാൾ പോയില്ല. ഇപ്പൊ ഇവന്മാർ ആരെങ്കിലും കേജ്രിവാളിന്റെ പേര് പറയണ്ട, കാരണം അയാൾ ഭൂലോക തട്ടിപ്പാ. തോമസ് ഐസക് ഒറ്റ പ്രാവശ്യം വിളിച്ചപ്പോ പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കല്ല മസാല ബോണ്ട് ചെയ്ത ആൾക്കാരുണ്ട് എന്ന് ആരാ പറഞ്ഞേ? തോമസ് ഐസക്. കോടതി പോയി മുട്ടുമ്പോ നിന്നു, ഇലക്ഷൻ കഴിഞ്ഞവരെ എന്നെ പിടിക്കല്ലേ, എന്നെ വിളിപ്പിക്കല്ലേ. എന്നിട്ട് കോടതി എന്ത് പറഞ്ഞു? കോടതി പറഞ്ഞു അയാൾക്ക് ഒരു താൽക്കാലികമായിട്ടൊരു ശാന്തി കൊടുക്കാൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വേണമെങ്കിൽ ചോദ്യം ചെയ്യാം. ഹാർട്ട് അറ്റാക്ക് വന്ന് ചാവും. ഓക്കെ, ശരി.